പി ജയരാജൻ, എം വിജയകുമാർ, എം ബേബി, എൻ കൃഷ്ണദാസ്, കെ ബാലഗോപാൽ, പി ശ്രീരാമകൃഷ്ണൻ, പി രാജേഷ്, മുഹമ്മദ് റിയാസ്, റഹീം. ഇതാണ് ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റായവരുടെ പട്ടിക. എല്ലാവരും മലയാളികൾ. ഈ പട്ടികയിലെ ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായി. ആദ്യ പ്രസിഡന്റ് പി ജയരാജൻ CPM കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. കെ ബാലഗോപാൽ മന്ത്രിയാണ്. CPM സെക്രട്ടേറിയറ്റിലുമുണ്ട്. പി ശ്രീരാമകൃഷ്ണൻ പലവിധ വിവാദങ്ങളിൽ കുടുങ്ങിയ പേരുദോഷത്തിനുടമ. ഇപ്പോൾ സുഖമില്ലായ്മ കാരണം ഒഴിവായി. എൻ കൃഷ്ണദാസിനും ചില അച്ചടക്ക പ്രശ്നങ്ങളുണ്ടായി. പി രാജേഷിന് ഇനിയും CPM സെക്രട്ടേറിയറ്റിൽ എത്താനായില്ല. പക്ഷേ അവസരമുണ്ട്. എന്നാൽ രാജേഷിനു ശേഷം ഡിവൈഎഫ്ഐ നയിക്കാനെത്തിയ മുഹമ്മദ് റിയാസ് പാർട്ടി സെക്രട്ടേറിയറ്റിലെത്തി. നിലവിലെ പ്രസിഡന്റ് റഹീമും സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. ഈ ഡിവൈഎഫ്ഐയുടെ പട്ടികയിൽ സംസ്ഥാന സമിതിക്ക് മുകളിൽ ഉയരാതെ വിരമിക്കേണ്ടി വരുന്ന ഒരു നേതാവുണ്ട്. അതാണ് എം വിജയകുമാർ. അടുത്ത സമ്മേളന കാലത്ത് വിജയകുമാറിന് 75 വയസ്സ് പിന്നിടും. CPM സംസ്ഥാന സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് വിജയകുമാർ. CPM ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും സ്പീക്കറുമെല്ലാമായിരുന്ന വിജയകുമാറിനെ സംസ്ഥാന സമിതിയിൽ നിന്നും പ്രമോഷൻ നൽകാൻ പിണറായി തയ്യാറായില്ല. കേന്ദ്ര കൺട്രോൾ കമ്മീഷനിൽ വിജയകുമാർ അംഗമാണ്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തേണ്ട വിജയകുമാറിനെ ഈ സമ്മേളനം പൂർണ്ണമായും തഴഞ്ഞു. AK ബാലൻ പ്രായപരിധിയിൽ വിരമിക്കുമ്പോൾ പാലക്കാട് നിന്നും പി രാജേഷ് സ്വാഭാവികമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന് കരുതിയവരുണ്ട്. പക്ഷേ പി രാജേഷിന്റെ ഡിവൈഎഫ്ഐയിലെ ജൂനിയറായ മുഹമ്മദ് റിയാസിനെ എറണാകുളത്ത് തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചവർ രാജേഷിനെ കൊല്ലത്തും കണ്ടില്ലെന്ന് നടിച്ചു. ഇതിനൊപ്പം പാലക്കാട്ടെ ബാലൻ പോകുമ്പോൾ പി രാജേഷിനും സ്ഥാനമില്ല. പകരം സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമെല്ലാം ഇഷ്ടക്കാരെ നിയോഗിക്കുകയാണ് പിണറായി.